തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി മറയ്ക്കാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ പാളുന്നു. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടുകൾ തിരിച്ചടിയാകുന്നതായാണ് വിലയിരുത്തൽ. പാട്ട് നിരോധിക്കാനും കേസ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങാനും കാണിച്ച തിടുക്കമാണ് തിരിച്ചടിയാകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFന് കനത്ത ആഘാതമേൽക്കാൻ കാരണങ്ങൾ പലതാണ്. അതിലൊന്നു മാത്രമാണ് പാരഡി ഗാനം. ശബരിമല സ്വർണ്ണ കവർച്ചയും അതിൽ CPM നേതാക്കളുടെ പങ്കും വലിയ അവമതിപ്പാണ് ജനങ്ങളിൽ ഉളവാക്കിയത്. പൊതുസമൂഹം ഒന്നാകെ ഇത് ചർച്ച ചെയ്യുകയും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും തിരിച്ചടിക്ക് വലിയ കാരണമായിരുന്നു. കേന്ദ്ര സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും മോദി ഭരണത്തിലെ ജനക്ഷേമ പദ്ധതികളും NDAയുടെ സ്വീകാര്യത ഉറപ്പിച്ചിരുന്നു. ഇടത് വലത് കോട്ടകളിൽ BJP കാഴ്ചവെച്ച മികവ് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ പാട്ടിന്റെ പിറകെ തിടുക്കപ്പെട്ട് നീങ്ങിയത് വിമർശകർക്ക് വടികൊടുത്തതിന് തുല്യമാണെന്നാണ് വിലയിരുത്തൽ. ശബരിമല വിഷയം സജീവമായി നിർത്താൻ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള ആയുധമായി എന്നാണ് CPM CPI നേതൃത്വത്തിലും കീഴ്ഘടകങ്ങളിലുമുള്ള വിമർശനം. മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യം വിശദമായി പഠിച്ചു മതി ഇനിയുള്ള നീക്കങ്ങൾ എന്നാണ് ധാരണ. പാട്ടും പാരടിയും തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്നാണ് തീരുമാനവും. ജനം, തിരുവനന്തപുരം.